ശ്രീ DG കുമാരൻ, താങ്കൾ ഇപ്പോൾ ആ സംഭവം സ്ഥലത്തു നിന്നാണ് വരുന്നത്. കുട്ടിയെ കിട്ടിയ സ്ഥലം താങ്കളുടെ വാർഡിലാണ്. താങ്കൾ അവിടെ പോയിരുന്നു, കുട്ടിയെ കണ്ടോ? എന്താണ് ഈ ആരെങ്കിലും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാം എന്നാണോ കരുതുന്നത്? എന്തായാലും ഇന്ന് വെളുപ്പിന് 12:30 നഷ്ടപ്പെട്ട കുട്ടിയെ നമ്മുടെ നാടിന് വേണ്ടി തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ കിടന്ന സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടിയെ കാണാതെ പോയത്. ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ് ഈ കുട്ടിയെ ഇന്നിപ്പം വൈകുന്നേരം ഉപേക്ഷിച്ച നിലയിൽ കാണുവാൻ സാധിച്ചത്. ഈ പ്രദേശത്ത് തന്നെ രാവിലെ തൊട്ട് പോലീസിൻ്റെ വിവിധ സന്നാഹങ്ങളോടുകൂടി വിവിധ തലത്തിൽ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്നതിൽ ഒരുപാട് സഹായം ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം ഇരിക്കെ ഈ സന്ധ്യയായ സമയത്ത് ഒരു കൽവറ്റിൻ്റെ അടുത്ത് ഈ കുട്ടിയെ ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കാണുമ്പോൾ അതിൽ വലിയ ദുരൂഹതയുണ്ട്. അവിടെ പോലീസ് എത്തുന്നു. അതൊക്കെ വലിയ ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണം വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതന്നെ, ഈ സംഭവത്തിൽ ഇപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി, പക്ഷേ പോലീസ് പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു. മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർ ആ പദ്ധതി പ്ലാൻ ഉപേക്ഷിച്ച് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് അതായിരിക്കുമോ? അതാണോ സംശയിക്കുന്നത്? പോലീസ് പഴുതടച്ച് അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഉപേക്ഷിച്ചതായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും യഥാർത്ഥ പ്രതികളെ, യഥാർത്ഥ ആൾക്കാർ ആരാണ്, അവരെ പോലീസ് അതിവേഗം ഒരു അന്വേഷണം നടത്തി അവരെയും കണ്ടെത്തണം. ശ്രീ DG കുമാരൻ, ഇവിടെ ഒരു കുടുംബം ചില വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു. മറ്റൊന്ന്, ഒരു യുവാവ് വന്ന് ഒരു സ്കൂട്ടർ കണ്ട് കുട്ടിയെ കൊണ്ടുപോയി എന്ന് സംശയിക്കുന്ന സ്കൂട്ടർ കണ്ടതായ വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു. ഇതൊക്കെ വളരെ നിർണായകമായിട്ടുണ്ടോ കുട്ടിയെ കണ്ടെത്തുന്നതിൽ? അതിനെക്കുറിച്ചൊന്നും പോലീസ് ഇതുവരെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവരെയും ചോദ്യം ചെയ്ത് അവരെയും കുറിച്ചും അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങളെ പോലും സംശയിക്കുന്നുണ്ടോ എന്ന തരത്തിൽ പോലീസിന്റെ മറുപടിയിൽ നിന്ന് അത്തരം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അവരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു. അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന നിലയിലൊക്കെ ഇപ്പോഴും ആ സംശയം തുടരുന്നുണ്ടോ? ഈ സംഭവത്തിന് പിന്നിൽ ഒരു പക്ഷേ ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലുമോ ഒക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ടാകുമോ എന്ന സംശയം ഇപ്പോഴും ഉണ്ടോ? എനിക്ക് അറിയാൻ സാധിച്ചത് ഈ സംഭവം നടന്ന രാവിലെ മുതൽ തന്നെ ഞാൻ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. കുടുംബമായിട്ടോ പോലീസുമായിട്ടോ ഒരു ബന്ധമുണ്ട്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം. കാരണം ഇന്ന് സന്ധ്യ സമയത്ത് 2 പോലീസുകാർ അവിടെ എത്തുകയും അതിന് മുന്നേ തന്നെ നിരവധി പോലീസുകാർ രാവിലെ അന്വേഷണം നടത്തിയ സ്ഥലമാണ് ഈ സ്ഥലം, ഈ കുട്ടിയെ കണ്ടെത്തിയത്. ഇപ്പോൾ എങ്ങനെ കണ്ടെത്തിയതിനെ കുറിച്ച് ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തായാലും